ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്ന സ്ഥലമാണ് വാസ്കോ ഡ ഗാമയുടെ മാള്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കടലിൻ്റെയൊക്കെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ്. സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാസ്കോ ഡ ഗാമ നമ്മുടെ കാലിക്കറ്റ് വരുന്നതിന് മുമ്പ് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്ന് ഇറങ്ങിയത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഇതാണ് മാള്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. ഇത് കയറുന്നതിന് മുമ്പുള്ള ഒരു കവാടം പോലെയുള്ള ഒരു ഏരിയ ആണ്. ഇതിന് ചുവട്ടിലാണ് ശരിക്കും മെട്രോ ഒക്കെ പോകുന്നത്. ലിഫ്റ്റ് നല്ല വലിയ തൂണുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എസ്കലേറ്ററും സാധാരണ സ്റ്റെപ്സും എല്ലാം ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ചെറിയ ചെറിയ പെട്ടിക്കട, നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകൾ പോലെയുള്ള കുറേ കടകളുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പാനിപ്പൂരി കണ്ടുപിടിച്ചത്. പാനിപ്പൂരി അല്ല, അത് ബേൽപൂരി, അങ്ങനെയുള്ളൊരു തൈരൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു. നാട്ടിൽ നിന്ന് മിസ്സായതാണ്. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ അതൊരു പ്ലേറ്റ് മേടിച്ച്, ഞങ്ങൾക്ക് അറിയില്ല എത്രയും ഹൈജീനിക്കാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കട കണ്ടപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് എത്ര നല്ലതായിരിക്കും എന്ന് അറിയില്ലല്ലോ. അത് കാരണം ഒരൊറ്റ പ്ലേറ്റ് മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നല്ല 2 കഷ്ണം എടുത്ത് കഴിച്ചു ഞാൻ. കാരണം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടറിയാം. പരസ്പരം ട്രോളുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. എന്നാലും അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടാൽ ഇവിടെയൊക്കെ എത്ര അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊന്നും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് പിന്നെ ഒരു സാധനം കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു, പാവ് ഭാജി. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം ഞങ്ങൾക്ക് ടൈമില്ലാത്ത കാരണം വേഗം തന്നെ നിങ്ങൾക്ക് പോയിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ടും നേരം വൈകുന്ന അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ എന്താ പറയുക, കുറച്ച് നേരം വൈകിട്ടാണ് ഇറങ്ങിയതൊക്കെ. അപ്പോൾ അത് കാരണം വേഗം നടന്നു. പിന്നെ അടുത്തത് ഒരു ഷോപ്പിംഗിനല്ല, ഞങ്ങൾ അതിന് വേണ്ടി കയറിയതല്ല. ഒരു ഓഫറുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ കയറിയതാണ്. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ളൊരു ചേച്ചി ഒരു ഡ്രസ്സ് എടുത്തു, അതല്ലാതെ വേറെ ഒന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ വീണ്ടും നമ്മൾ മാളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഈ മാളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കവാടം ഉണ്ട്. അതാണ് ഈ സംഭവം. അത് കടന്നിട്ട് വേണം ഇനി ആ മാളിലേക്ക് ചെല്ലാനായിട്ട്. അതായിരുന്നു ആ കവാടം. ഇനി നമ്മൾ മാളിലേക്ക് പോവാണ്. പോകുന്നതിൻ്റെ ഇടയിൽ കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരെയും പാട്ടുകൾ പാടുന്ന ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് പല സാധനങ്ങൾ വിൽക്കുന്നവരും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കണ്ടു. പിന്നെ ഒരു ആളുടെ പാട്ടും കേട്ടു. നമ്മളങ്ങനെ മോളിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാസ്കോ ഡ ഗാമ എന്ന്. വാസ്കോ ഡ ഗാമ മാളെന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പ്രശസ്തമായ ഒരു ബ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അതെല്ലാം ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. ഇതാണ് വാസ്കോ ഡ ഗാമ മാള് എൻട്രൻസ്. പിന്നീട് പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോസ് എടുക്കാം. വീഡിയോസ് എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത് റെസ്ട്രിക്റ്റഡ് ആണ്. അവർ വന്ന് പറയും. അതിൻ്റെ കുറേ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ എടുത്തു. ഇത് എടുത്തുകൊണ്ടിരിക്കലെയാണ് അവർ വന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം അവിടെ വെച്ച് കട്ടാകുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ പറഞ്ഞ് ഇതാക്കി തരാം. 3 ഫ്ലോറിലായിട്ടാണ് ഇതുള്ളത്. അടിപൊളിയാണ്. എല്ലാ ഷോപ്പുകളും ഉണ്ട്. നോർമൽ നമ്മുടെ നാട്ടിലേക്ക് മാളുകൾ പോലെ എല്ലാതും ഉണ്ട്. പിന്നെ ആരും കാണാതെയൊക്കെ ആയിട്ട് ഞാൻ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് എന്താ പറയുക വീഡിയോസ് എടുത്തതാണ്. ഇത് ഫ്ലോറ് മുകളിലേക്ക് പോവാണ്. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉച്ചയപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടാവാമെന്നുള്ളൊരിതിൽ ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. അടിപൊളിയൊരു മാളുണ്ട്. എല്ലാ ഷോപ്പുകളും ഉണ്ട്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു 2 ഫ്ലോറുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട്. 2 ഫ്ലോറിൽ ഓരോ ഏരിയകളുണ്ട്.
നമ്മുടെ പ്രശസ്തമായ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ബ്രാൻഡുകളുടെ ഷോപ്പുകളും എല്ലാം ഉണ്ട്. അവനും അവളെ നോക്കുന്നുണ്ടല്ലോ. ആ നേരെ കാണുന്നതാണ് മുകളിൽ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതും, പിന്നെ താഴെയായിട്ടും നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോറിൻ്റെ എൻഡിലും മുകളിലുമായിട്ടാണ് ഫുഡിന് വേണ്ടി ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോപ്പുകളുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ വൈറ്റമിൻസിൻ്റെ ഫുഡുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. ഇത് ഫുഡ് ഐറ്റംസ് തന്നെയാണ്, പക്ഷേ വൈറ്റമിൻസ് അങ്ങനെ നമ്മൾ KFCയിലാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ സ്പേസിന് വേണ്ടി ഒരു 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്തി. ഫുഡ് ഓർഡർ കൊടുത്ത് നമുക്ക് ഫുഡ് കിട്ടുന്നതിനുള്ളിൽ നമ്മൾ സെറ്റായി എല്ലാവരും കൂടി. KFC ആണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ഫുൾ ബക്കറ്റ് ചിക്കനാണ്, എന്നാലും എല്ലാവർക്കും തികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബക്കറ്റ് ചിക്കനും പിന്നെ കുറച്ച് ഡിപ്പിങ്ങും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചു. വീട്ടിൽ പോടാ, ക്ലാസ്സിലും കയറി സ്കൂളിലും പോലെ വീട്ടുകാരെ പറ്റിക്കാൻ. ആരാണോ എല്ലാ കുടുംബത്തിനും കാണും അല്ലേ ഇങ്ങനെ പറയണം. ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വായോ പോകാം ലോകം കാണാം. കെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടറ്റി സിറ്റി നടുവിൽ ചുറ്റി അഴിയും പൊട്ടി പണി കിട്ടി. ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ, അങ്ങനെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ എത്തിരിക്കുകയാണ്. എല്ലാവരും കൂടി വെയിറ്റ് വാരി. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ പരിപാടി നിർത്തും. പിന്നെ പിസ്സ കണ്ടപ്പോൾ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ഫുൾ പിസ്സയല്ല, നമുക്ക് പീസായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ €1 ഒക്കെയാണ് വരുന്നത്. €1 1.20 അങ്ങനെയൊക്കെയാണ് പല റേറ്റ്. അപ്പോൾ ഞങ്ങൾ ഓരോ പിസ്സയും അതുപോലെ തന്നെ ചീസ് ബ്രെഡും മേടിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബാൽക്കണിയിലോട്ട് കടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വാസ്കോ ഡ ഗാമ പോയ സ്ഥലം. അതായത് നമ്മുടെ കോഴിക്കോട്ട് വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കപ്പൽ കയറിയ ഒരു സ്ഥലം. കയറിയത് എവിടെയാണ്? കോഴിക്കോടാണ് വന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് അത്. ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ആ വ്യൂ കാണിച്ചു എന്നുള്ളൂ. അവിടെ കുറേ കൊടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കൊടിയും ഉണ്ട്, നമ്മുടെ ഇന്ത്യയുടെ കൊടിയും ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ അടിപൊളി ഫോട്ടോസും ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും അങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇങ്ങനെ നടന്നു ഫോട്ടോസ് എടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് അടിപൊളി ഒരു ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. അത് ഞാൻ കാണിക്കാൻ മറന്നു, അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റുന്നുള്ളൂ. പിന്നെ താഴെ ഇറങ്ങി ഞങ്ങൾ ഈ പറയുന്ന കടലിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്, പക്ഷെ നടപടിയാവുമെന്ന് അറിയാണ്ടാണ് ഈ നടപ്പ്. പക്ഷെ പിന്നീട് ആ പ്ലാനിങ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി എന്നുള്ളതാണ് സത്യാവസ്ഥ. കുറച്ച് നടക്കുമ്പോൾ ഇത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും, യൂറോപ്യൻ എന്നല്ല എല്ലാ നാടുകളുടെയും കൊടികളാണ്. ഞങ്ങളത് നോക്കി കുറേ നേരം നടന്നു. അവസാനം നമ്മുടെ ഇന്ത്യയുടെ കൊടി കണ്ടുപിടിച്ചു. കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ പതാക കാണുക എന്ന് പറയുമ്പോൾ. അത് കണ്ടപ്പോഴുള്ള സന്തോഷം ഭയങ്കരമായിരുന്നു. ഭയങ്കര സന്തോഷമായി. ഇത് ഇങ്ങനെയാണ് കുറേ നാടുകളുടെ കൊടികൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടമോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഒരു കെട്ടാണത്. വെള്ളം കെട്ടി നിർത്തിയേക്കണം. അപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയ രീതിയിൽ ഇതിങ്ങനെ വീഴുന്നുണ്ട്. ഒരു ചെറിയ രീതിയിൽ ആ കല്ല് പോലെ ഇരിക്കുന്നത് ആ ഭാഗത്ത് ചെറുതായിട്ട് ആ വെള്ളം വീഴുന്നുണ്ട്. അതൊരു 2 പോർഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്നതാണ് ഇവർ. അത് ആ വെള്ളത്തിൽ വരുന്ന അഴുക്കും മറ്റു കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത്, എപ്പോഴും ആ വെള്ളം ക്ലീൻ ചെയ്ത് അഴുക്കുകളൊന്നും ഇല്ലാതെ ഈ ഇലകളൊക്കെ വീഴും. അപ്പോൾ അതെല്ലാം കളഞ്ഞ് വളരെ ക്ലീനാക്കി അവരത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ സൈഡിലോട്ടാണ്. ഈ കടലിൻ്റെ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറൈൻ ഡ്രൈവ്, കൊച്ചിയിലെ എറണാകുളം ആ ഭാഗങ്ങളിലൊക്കെ മറൈൻ ഡ്രൈവ് ആ ഭാഗങ്ങളിലെ പോലെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. നല്ല രസമായിരുന്നു. അവിടെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒരുപാട്. എന്നാൽ അത് കടലിലോട്ട് ഇറങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും അവിടെ സാധിക്കില്ല. അവിടെ കെട്ടിയിട്ടുണ്ട്. അതെല്ലാം വഴിയെ കാണും. ഞങ്ങൾ ഈ സൈഡിൽ കൂടെ മെല്ലെ നടന്നു പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു മറൈൻ ഡ്രൈവ്. ശരിക്കും നല്ല രസമുണ്ട്. മറ്റേ എന്താ പറയുക, അരിയത്തൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെറിയ ചെറിയ പാർക്കുകൾ, ചെറിയ കോഫി ഷോപ്പുകൾ, അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മുടെ കേബിൾ കാറും വാസ്കോ ഡ ഗാമയുടെ ടവറും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് ആ കടലിൻ്റെ സൈഡ് വശമാണ്. ആ കാണുന്നതാണ് പ്രശസ്തമായൊരു പാലമാണ് ആ കാണുന്നത്. ആ പാലം നമ്മുടെ യൂറോപ്യൻ കൺട്രിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ യൂറോപ്പ് എന്നാണ് പറയുക. അങ്ങനെ ഒരു പാലാണ് കാണുന്നത്. വാസ്കോ ഡ ഗാമ ബ്രിഡ്ജ് എന്നാണ് പേര്. കടലിൻ്റെ നടുക്ക് കൂടെ അത്രയും നീളത്തിൽ വലുപ്പത്തിൽ നല്ല രസമായിട്ട് കാണാനായിട്ട് അതിന് കയറാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. പറ്റുവാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കേബിൾ കാറിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ഒരാൾക്ക് 9 യൂറോ ആണ് വന്നത്. 9 യൂറോ ആണ്, റൗണ്ട് ട്രിപ്പാണ് എടുത്തത്. അതുകൊണ്ടാണ് 9 യൂറോ വന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ കയറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പേടിയുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഹൈറ്റിൽ കയറുന്നത്. അതിൻ്റെ ശരിക്കും നല്ലൊരു പേടിയുണ്ട്. പിന്നെ 360യിൽ നമുക്ക് ഫുള്ള് ചുറ്റും കാണാൻ പറ്റും ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞങ്ങളെല്ലാവരും കയറി. എന്താ പറയുക, പേടിയുണ്ടെങ്കിലും ആ ധൈര്യത്തോടു കൂടി അങ്ങ് കയറുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇത് സ്കാൻ ചെയ്യണം ടിക്കറ്റ്. അവരൊരു മെഷീൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ അതിലേക്ക് കയറാണ്. കുറച്ച് പേടി തോന്നുകയെന്ന് പറയില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ മെഷീൻ ഈ കേബിൾ കാർ എന്ന് പറയുന്നത് നിൽക്കില്ല, അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഞങ്ങൾ ചാടി കയറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക്. അതിൻ്റെ ഒരു ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ചിരിയൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു, കാരണം അതിന് എക്സ്ട്രാ പൈസ പേ ചെയ്യണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ പോവാണ്.
നല്ല പേടിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിത് പൊന്തിയപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും മോളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ എന്താ പറയുക ഇതിൽ ഇടുന്നില്ല സത്യത്തിൽ. പിന്നെ ഡോർ അടഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതും പ്രശ്നമായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം ഞാൻ ഇതിൽ ഇടുന്നില്ല. കാരണം ഡോറ് ഒരു ടൈം കഴിയുമ്പോഴാണ് ഡോർ അതിൻ്റെ അടയുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അത് അടയും. അതങ്ങനെ പോയി. ഞങ്ങളിത് ആകാശത്തോട്ട് പോകുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ആ റൈഡ് ആസ്വദിക്കാനും അതുപോലെ തന്നെ സൺസെറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതാണ് സത്യാവസ്ഥ. എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ വൈബോട് കൂടി കൂടാൻ പറ്റിയ 4 പേര്, ഞങ്ങൾ 3 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് അടിപൊളിയായിട്ട് അത് എൻജോയ് ചെയ്തു. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്ന ഏരിയ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് എന്താ പറയുക, നമുക്കിതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് കാണാമായിരുന്നു. ഒരു സൈഡിൽ ബിൽഡിങ്സും മരങ്ങളും മറ്റും, ഒരു സൈഡിൽ ഫുള്ളായിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജും അതുപോലെ തന്നെ എന്താ പറയുക കടലും. അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ ആയിട്ട് വീഡിയോസും അതും ഇതും വീഡിയോ എടുക്കലും പാട്ടിടലും ഡാൻസ് കളിക്കലും ചെറിയ രീതിയിൽ, വല്ലാതെ ഇട്ട് കുലുങ്ങാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയായി. ആ റൈഡ് ശരിക്കും ഞങ്ങൾ ആസ്വദിച്ചു. ലോകം കാണാം ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അഴിയും പൊട്ടി പണി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ടിക്കറ്റ്സ് വീണ്ടും കാണിക്കണം. അവർ സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ നമുക്ക് പോരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങണം. അങ്ങനെയാണ്. ഞങ്ങൾ റിട്ടേണും കൂടി എടുത്തിട്ടുള്ള കാരണം അവിടെ ചെന്നപ്പോൾ തന്നെ അത് സ്കാൻ ചെയ്തു. അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചും പോന്നു. അവനും അവളെ നോക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വരുവോടാ? ആർക്കറിയാം. ശ്രമിച്ചിടേണ്ട വാളുമേന്തി അടുത്തു നൻപനുണ്ട് കാവലായി ചങ്കുകാട്ടി ജയിച്ചു ശീലമില്ല തോൽവിയിൽ കുരുത്ത. അത് ശരി, വന്നു വന്നുമാര് നമ്മളെക്കാൾ കുഴപ്പമാണല്ലോ. പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും ശീലമില്ല തോൽവിയിൽ കുരുത്തതാണ് പിഴച്ച പാണ്ഡവന്മ തോറ്റുപോയ യുദ്ധമാണ്. അതിന് മുകളിൽ ഇരുന്നിട്ട് അടിപൊളി ഒരു സൺസെറ്റ് കാണാൻ പറ്റി. നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങളുടെ കേബിൾ കാറിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അടിപൊളിയായി. നല്ലൊരു മനസ്സിനെല്ലാം നല്ലൊരു സന്തോഷം. ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി.
പിന്നെ ഇറങ്ങിയപ്പോൾ അവിടെ തന്നെയുള്ള ഒരു വള്ളിക്കുടിൽ പോലെയുള്ള ഒരു ഇത്, അതായത് പകർന്നു പിടിക്കുന്ന ചെടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല തണവും നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്താ പറയുക, ഒരു ഹാപ്പിനെസ് വീഡിയോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും മോളിലേക്ക് വന്നു. ഞാനൊരു ബാഗ് മേടിച്ചു. അതാണ് ഈ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബാഗ് മേടിച്ചു, പിന്നെ ഒരു ടോപ്പ് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു ടോപ്പും മേടിച്ചു. പിന്നെ ഒരു 2 ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇന്നത്തെ ദിവസത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചു. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പല ഡിസ്റ്റർബൻസും ഉണ്ടായിരിക്കും. പക്ഷേ അത് എന്താ പറയുക, എൻ്റെ സാഹചര്യങ്ങളും ഞാൻ താമസിക്കുന്ന അക്കോമഡേഷനും അങ്ങനെയുള്ള അസൗകര്യങ്ങൾ കൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.